Hey guys, welcome back to our channel. Hope you are doing good. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ Q&A വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റഡീസ് ആൻഡ് യൂട്യൂബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ടൈം എടുത്ത് കമൻറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിനുള്ള ആൻസേഴ്സ് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേച്ചി എങ്ങനെയാണ് പഠിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പേരൊന്നും വായിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും എല്ലാ സബ്ജക്ട്സും സെൽഫ് സ്റ്റഡിയാണ് ചെയ്യാറ്. പിന്നെ കൂടുതലായിട്ട് നമുക്കിപ്പം ഈ സയൻസ് സബ്ജക്റ്റ് മാത്സ് ഒക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റ് മാത്രം ഈ ഒരു യൂട്യൂബിലെ ലൈവ് ക്ലാസ്സും ഓൺലൈൻ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതൊരു ട്യൂഷനോ അല്ലെങ്കിൽ ബാച്ചിലോ ഒന്നും ചേർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കാറെന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ടീച്ചേഴ്സിനോട് റെഫർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കാറെന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ടല്ല, സ്റ്റഡി ടിപ്സ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്യാലോ, എന്തായാലും ഒരു ഏപ്രിലിൻ്റെ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് SSLCക്ക് ഫുൾ A+ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്കറിയില്ല. അതായത് മാക്സിമം എഫേർട്സ് ഒക്കെ ഇട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല, അതിന് കിട്ടേണ്ട റിസൾട്ട് കിട്ടുമായിരിക്കും. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങനെ കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാൻ അത്ര ധൈര്യം എനിക്കില്ല. അറിയില്ല, കിട്ടുമായിരിക്കും. കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടിയിട്ട് കൂടി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രാർത്ഥിക്കാനൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ പറയാനുള്ളത്, മെയിനായിട്ട് അങ്ങനെയൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇനി എന്ത് കോഴ്സാണ് എടുക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് കോഴ്സ് എടുക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. അതായത് ഇപ്പോൾ തൽക്കാലം സയൻസ് ഇല്ലെങ്കിൽ കോമേഴ്സ് എടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഹ്യൂമാനിറ്റീസ് വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. 9th എന്നൊക്കെ എനിക്ക് ഹ്യൂമാനിറ്റീസിനോടായിരുന്നു ഭയങ്കര താല്പര്യം. പക്ഷേ 10th കയറി പിന്നെ ഏത് ഫീൽഡിലേക്കാണെങ്കിൽ ഏത് കോഴ്സിനോടാണ് താല്പര്യം എന്നുള്ള ആ ഒരു താല്പര്യമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതിലേക്ക് പോകണമെന്ന് ഇപ്പോൾ തൽക്കാലം ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മേൽ ഇരുന്ന് ചിന്തിച്ചിട്ട് വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ എനിക്ക് തന്നെ അറിയില്ല എന്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അതിനൊരു കറക്റ്റ് ആൻസർ ഇല്ല. എന്തായാലും എനിക്ക് പറയില്ല. സോ എന്തായാലും സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഈ രണ്ടിലേതിലെങ്കിലാണ് പോകുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ടല്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ പറയാണ് ചെയ്തിട്ടുള്ളത്. SSLC റിസൾട്ട് വരുമ്പോൾ യൂട്യൂബിൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഇടണമെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടൊക്കെ ആണെങ്കിൽ എന്തായാലും ഇടുമായിരിക്കും. അപ്പോൾ അറിയില്ല ആ ഒരു ടൈമിൽ എന്താണ് തോന്നുന്നത് അതുപോലെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നല്ല റിസൾട്ടൊക്കെ ആണെങ്കിൽ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല റിസൾട്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല, നമ്മുടെ കയ്യിലല്ലല്ലോ. ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി എക്സാമിൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോയിൽ. അതായത് കുറച്ച് കെയർലെസ് മിസ്റ്റേക്ക് ഒക്കെ കൊണ്ട് ഞാൻ കുറച്ചൊക്കെ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതായത് എക്സാം ഈസി ആയിരുന്നു, ഞാൻ എഴുതി വന്ന ആൻസർ കീ നോക്കുന്നത് വരെ എനിക്ക് ഈസി ആയിരുന്നു. പക്ഷേ ആൻസർ കീ നോക്കിയാൽ പിന്നെ എല്ലാം പോയ പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട് ബാക്കി സബ്ജക്റ്റ് എന്തായോ എന്തോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ആ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഇതിന് ആൻസർ ആയിട്ടൊന്നും പറയാത്തത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല റിസൾട്ടൊക്കെ ആണെങ്കിൽ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ പ്രയോജനം കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്, ചേച്ചിയുടെ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ Q&A അല്ല. അപ്പോൾ പേഴ്സണൽ Q&A ആയിട്ട് അത് പറയുന്നുണ്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു പേഴ്സണൽ Q&A ആയിട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതൊരു വലിയ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. ആ ഒരു സമയത്തെല്ലാം റിവീൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇത്ര മാത്രം പറയാം. എൻ്റെ നെയിം S-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വെക്കേഷൻ എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വെക്കേഷൻ പ്ലാനിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു ക്രാഫ്റ്റ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ കുറച്ച് വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്യുന്നു, കുറച്ച് വായിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം വെക്കേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് 10th എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട്. 10th കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിട്ടുള്ള ക്ലാസ് തന്നെയാണ്. കുറേ എക്സ്പീരിയൻസസ്, പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ എന്താണ് അതായത് കുറേ എക്സ്പീരിയൻസസ്, പിന്നെ കുറേ മെമ്മറീസ്, പിന്നെ കുറേ കാര്യങ്ങൾ. അതായത് നമുക്ക് തുടക്കത്തിൽ തോന്നിയെങ്കിൽ ഇതും തീർന്ന് കിട്ടിയാൽ മതി, പക്ഷേ ലാസ്റ്റ് തോന്നുന്നു തീരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു മിക്സ്ഡ് ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു 10th എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചത്ര 10th അത്ര ഭീകരമൊന്നുമല്ല, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പോകുന്നുണ്ടായത്. പിന്നെ മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഫുൾ ജേർണി ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഒരു ചെറിയ വീഡിയോയിൽ ഫുൾ ആയിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഫുൾ ആയിട്ട് 10th പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും അതൊരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി വരുന്ന 10th സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 10th വലിയ സംഭവമൊന്നുമല്ല. അതായത് +1ലേക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടണം, നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരു ആവശ്യമുള്ള ഒരു സംഭവമാണ് 10th എന്ന് പറയുന്നത്. പിന്നെ അതും ഒരു ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ നല്ലോണം പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിക്കുന്നു, ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു ബോർഡ് എക്സാം ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു സീരിയസ്നെസ് ഉണ്ട് ആ ഒരു എക്സാമിന്. അത്രയേ ഉള്ളൂ. അല്ലാതെ 10th എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമൊന്നുമല്ല. അത് നമുക്ക് 10th കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവും. അതുവരെ എല്ലാവരും പറയും, അതായത് കഴിഞ്ഞവരൊക്കെ പറയും 10th ഭയങ്കര സിമ്പിളാണ്, അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോഴാണ് അത് കഴിയുന്നത് അപ്പോൾ നമുക്കത് പറയാൻ വേണ്ടി പറ്റും 10th സിമ്പിളാണ്, കുഴപ്പമില്ല എന്നൊക്കെ. അപ്പോൾ 10th കഴിഞ്ഞവർ പൊതുവെ അങ്ങനെയാണ് പറയാം, സിമ്പിളാണ്, ഈസിയാണ്. അതായത് സാധാരണ അത് 9th കുറച്ച് ലെവൽ കൂടിയതായിരിക്കും 10th എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ സിലബസ് മാറുന്നതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഇല്ലെങ്കിൽ തന്നെ 10th എന്ന് പറയുമ്പോൾ ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. ജസ്റ്റ് ഇപ്പോൾ വെക്കേഷൻ എൻജോയ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് നോട്ടൊക്കെ ആകുമ്പോൾ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ഓൺലൈനായിട്ട് തന്നെ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ടെൻഷൻ അടിക്കേണ്ട, നല്ലപോലെ പഠിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മാർക്ക് മേടിക്കാൻ കഴിയും. തുടക്കത്തിൽ തന്നെ പഠിക്കുക, ലാസ്റ്റ് മിനിറ്റ് പഠിക്കാൻ നിൽക്കേണ്ട. അതാണ് പൊതുവെ എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചതിന് താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങൾ ഇത്രയും ടൈം എടുത്ത് കമൻറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.